പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിയറം 9.7 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഈ തിയറം ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ പ്രൂഫ് കാണാതെ പഠിക്കുക കേട്ടോ. The angle subtended by an arc at the center is double the angle subtended by it at any point on the remaining part of the circle. അപ്പോൾ നമ്മുടെ തിയറത്തിൽ എന്താണ് പറഞ്ഞത്? ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെന്റർ. ഒരു സർക്കിളിലെ ഒരു ആർക്കിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ആകുന്ന ആംഗിള് ഈസ് ഡബിൾ അറ്റ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദി റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. അതായത് ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിലെ ഒരു ആർക്കാണ് പി ക്യു. ഈ പി ക്യുവിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ പി ഒ ക്യു. ആ ആംഗിള് ഈ ആർക്കിന്റെ ബാക്കി സർക്കിളിന്റെ ബാക്കി റിമൈനിങ് പാർട്ടാണ് ഇതാ ഈ കാണുന്ന ഈ ഒരു പോർഷൻ. ഇതിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ പി എ ക്യു. അപ്പോൾ ഈ സെന്ററിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ ഈ റിമൈനിങ് പാർട്ടിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും എന്നാണ് നമ്മുടെ തിയറം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ആംഗിള് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതിന്റെ ഡബിൾ ആയിരിക്കും. അതായത് പി ഒ ക്യു ഈസ് 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 3 കേസ് ഉണ്ട്. അതായത് ഈ പി ക്യു എന്ന് പറയുന്നത് ഇവിടെ മൈനർ ആർക്കാണ്. ഇത് കേസ് 1. കേസ് 2 എന്ന് പറയുന്നത് പി ക്യു ആർക്ക് എന്ന് പറയുന്നത് ഇത് സെമി സർക്കിൾ ആണ്. ഇനി ഇവിടുത്തെ പി ക്യു എന്ന് പറയുന്നത് ഇത് മേജർ ആർക്കാണ്. അപ്പൊ ഇവിടെ 3 കേസസ് ആണുള്ളത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഗിവൺ ചെയ്തിട്ടുള്ളത് എ സർക്കിൾ വിത്ത് സെന്റർ ഒ ആൻഡ് പി ക്യു ബി ഇറ്റ്സ് ആർക്ക്. ഒ ആണ് ഇതിന്റെ സെന്റർ, പി ക്യു ഇതിന്റെ ആർക്കാണ്. ഒ ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് പി ക്യു be its arc. പിന്നെന്താണ്? ആർക്ക് പി ക്യു സബ്റ്റൻഡ് ആംഗിൾ പി ഒ ക്യു അറ്റ് ദ സെന്റർ. ആർക്ക് പി ക്യു സബ്റ്റൻസ് ആംഗിൾ പി ഒ ക്യു അറ്റ് ദ സെന്റർ ആൻഡ് അടുത്ത എന്താണ്? ആംഗിൾ പി എ ക്യു അറ്റ് എനി പോയിന്റ് എ ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ ആൻഡ് ആംഗിൾ പി എ ക്യു അറ്റ് എനി പോയിന്റ് എ ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. We get 3 cases. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ പി ക്യു ഈസ് മൈനർ. സെക്കൻഡ് കേസ് എന്താണ്? ആർക്ക് പി ക്യു ഈസ് സെമി സർക്കിൾ. തേർഡ് കേസ് എന്താണ്? ആർക്ക് പി ക്യു ഈസ് മേജർ. അപ്പൊ ഈ 3 കേസുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ പി ഒ ക്യു എന്ന് പറയുന്നത് പി എ ക്യുവിന്റെ ഡബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആംഗിൾ പി ഒ ക്യു ഈസ് ഈക്വൽ ടു 2 ആംഗിൾ പി എ ക്യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾസ് ഇവിടെ ഫോം ആകുന്നുണ്ട് അല്ലേ? ആ ട്രയാങ്കിൾ എ ഒ ക്യൂവും എ ഒ പിയും 2 ട്രയാങ്കിൾസ് ഇവിടെ ഫോം ആകുന്നുണ്ട്. ഈ 3 ഫിഗറിനകത്തും അതായത് 3 കേസസിലും 2 ട്രയാങ്കിൾ വീതം ഇവിടെ ഫോം ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ ഒരെണ്ണം ചെയ്താൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി 2 നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നമ്മളിവിടെ ട്രയാങ്കിൾ എ ഒ ക്യു എടുക്കുന്നു. ട്രയാങ്കിൾ എ ഒ ക്യു എടുത്താൽ ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാണ്? അപ്പൊ ഞാനിവിടെ ട്രയാങ്കിൾ എ ഒ ക്യു എന്ന് വരച്ച് കാണിക്കാം. ഇതാണ് ട്രയാങ്കിൾ എ ഒ ക്യു.
ഈ ട്രയാങ്കിൾ AOQന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ദാ ഈ വരുന്ന ആംഗിൾ BOQ. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി? എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. ഒരു ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിള് ആ ട്രയാങ്കിളിന്റെ ഇന്റീരിയറിലെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ BOQ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇവിടുത്തെ BOQന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇതും ഇതും. അപ്പൊ ഏതിനൊക്കെ ഈക്വൽ ആയിരിക്കും? ആംഗിൾ OAQ പ്ലസ് ആംഗിൾ OQAക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ട്രയാങ്കിൾ OAQ എടുക്കുന്നു. നമ്മൾ ഇതിന്റെ പ്രൂഫ് എഴുതാൻ പോവുകയാണ്. ഇൻ ട്രയാങ്കിൾ OAQ, ട്രയാങ്കിൾ OAQയിൽ നമുക്ക് എന്തെഴുതാം? ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു ആംഗിൾ OAQ പ്ലസ് ആംഗിൾ OQA. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിച്ചത്? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഇവിടെ എഴുതിയത്. അപ്പൊ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നോക്കിയേ, ഈ ട്രയാങ്കിൾ OAQയില് OA ഈസ് ഈക്വൽ ടു OQ ആണ് അല്ലെ? എന്തുകൊണ്ടാണ്? OAയും OQവും ഇതിന്റെ റേഡിയസ് ആണ്. നൗ OA ഈസ് ഈക്വൽ ടു OQ. എന്തുകൊണ്ടാണ്? റേഡിയൈ ഓഫ് സെയിം സർക്കിൾ. ഈ ട്രയാങ്കിൾ OAQയില് OA ഈസ് ഈക്വൽ ടു OQ ആണ് എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ OAയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇവിടെ ഏതാണ്? ആംഗിൾ OQA. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആംഗിൾ OQA ഈസ് ഈക്വൽ ടു, ഇനി OQന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? OAQ. ആംഗിൾ OAQ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. Then from equation 1, നമുക്ക് എന്തെഴുതാം? ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു, ഇവിടെ OQAക്ക് പകരം ഞാൻ OAQ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. OQAയും OAQവും ഈക്വൽ ആണ് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഈ OQAക്ക് പകരം ഞാനിവിടെ OAQ എഴുതുന്നു. അപ്പൊ ഇതെന്താവും? ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു ആംഗിൾ OAQ പ്ലസ് ആംഗിൾ OQAക്ക് പകരം OAQ. അപ്പൊ ആംഗിൾ BOQ എന്തായി? BOQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ OAQ എന്നായി. 2 ആംഗിൾ OAQ എന്ന് കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കുന്നു. ഇനി ഇപ്പൊ നമ്മളിവിടെ ട്രയാങ്കിൾ OAQ ആണ് എടുത്തത്. ഇനി അടുത്തത് നമ്മൾ ട്രയാങ്കിൾ OAP എടുക്കുന്നു. ഇനി അടുത്തത് ട്രയാങ്കിൾ OAP. ഇൻ ട്രയാങ്കിൾ OAP, അപ്പോൾ OAP ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കാം. ഇതാണ് ട്രയാങ്കിൾ OAP. OAPയില് ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് BOP ആണ്. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? ആംഗിൾ BOP ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഇതും ഇതുമാണ്. അപ്പൊ എന്തെഴുതാം? OAP പ്ലസ് OPA. ആംഗിൾ OAP പ്ലസ് ആംഗിൾ OPA. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്നെടുക്കുന്നു. ഇന്നൊക്കെ ഈ ട്രയാങ്കിളില് OAയും OPയും ഈക്വൽ ആണ്. രണ്ടും ഇതിന്റെ റേഡിയസ് ആണ് അല്ലേ? നൗ OA ഈസ് ഈക്വൽ ടു OP. കാരണം എന്താണ്? റേഡിയൈ ഓഫ് സെയിം സർക്കിൾ. A ഈസ് ഈക്വൽ ടു OP ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ OAക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ OPA.
ആംഗിൾ OPA is equal to OPക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് OAP. ആംഗിൾ OAP. റീസൺ എന്ത് എഴുതാം? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇതിനെ ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫ്രം ഇക്വേഷൻ 3 we get angle BOP is equal to, ഞാനിവിടെ OPAക്ക് പകരം OAP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? OPAയും OAPയും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ OAP പ്ലസ് ആംഗിൾ OAP. അപ്പോൾ ഇതെന്തായി? ആംഗിൾ BOP ഈസ് ഈക്വൽ ടു 2 ആംഗിൾ OAP എന്ന് കിട്ടി. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടി. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഞാനിവിടെ കോളം വരച്ചിട്ടുണ്ട്. ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ OAQ. ആംഗിൾ BOP ഈസ് ഈക്വൽ ടു 2 ആംഗിൾ OAP. ഈ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതുന്നതാണ്. ആംഗിൾ BOQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ OAQ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ ഈ 2 ഇക്വേഷൻസും കൂടെ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓൺ ആഡിങ് ഇക്വേഷൻ 2 and 4 we get, ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ്? PBQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ PAQ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 2 ഈസ് ആംഗിൾ BOQ പ്ലസ് ഇക്വേഷൻ നമ്പർ 4ന്റെ LHS ആംഗിൾ BOP ഈസ് ഈക്വൽ ടു, ഇനി ഇക്വേഷൻ നമ്പർ 2ന്റെ RHS 2 ആംഗിൾ OAQ പ്ലസ് 2 ആംഗിൾ OAP. ആംഗിൾ BOQ പ്ലസ് BOP എന്താണ്? ആംഗിൾ BOQ ഈ ആംഗിൾ ആണ്, ആംഗിൾ BOP ഈ ആംഗിൾ ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി? ആംഗിൾ POQ ആയി. അപ്പൊ BOQ പ്ലസ് BOPക്ക് പകരം നമുക്ക് ആംഗിൾ POQ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു, ഇവിടെ രണ്ടിടത്തും 2 കോമൺ ഉണ്ട്. അപ്പൊ ആ 2 ഞാൻ വെളിയിൽ എടുക്കുന്നു. ബാക്കി ആംഗിൾ OAQ പ്ലസ് ആംഗിൾ OAP. ഇനി OAQ പ്ലസ് OAP എന്താണ്? OAQ ഈ ആംഗിൾ ആണ്, OAP ഈ ആംഗിൾ ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആംഗിൾ PAQ ആവും. അപ്പൊ POQ ആംഗിൾ POQ ഈസ് ഈക്വൽ ടു എന്തായി? 2 ആംഗിൾ PAQ ആയി. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. POQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ PAQ. ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കിട്ടി. കേസ് 2 ചെയ്താലും നമുക്ക് ഇത് തന്നെ കിട്ടും. POQ ഈ ആംഗിള് ഇസ് ഈക്വൽ ടു 2 ആംഗിൾ PAQ എന്ന് കിട്ടും. കേസ് 3 വരുമ്പോൾ ഇവിടെ റിഫ്ലക്സ് ആംഗിൾ POQ ആണ് നമുക്ക് കിട്ടുക. റിഫ്ലക്സ് ആംഗിൾ POQ ഇസ് ഈക്വൽ ടു 2 ആംഗിൾ PAQ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആർക്ക് PQയിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ആകുന്ന ആംഗിൾ റിമൈനിങ് പാർട്ടിലേക്ക് സബ്റ്റൻഡ് ആകുന്ന ആംഗിളിന്റെ ഡബിൾ ആണ് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. അതാണ് POQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ PAQ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. BOQ ഈസ് ഈക്വൽ ടു ആംഗിൾ OAQ പ്ലസ് OQA എടുത്ത് ചെയ്യുന്നു. അടുത്തത് BOP ഈസ് ഈക്വൽ ടു ആംഗിൾ OAP പ്ലസ് OPA എടുത്തിട്ട് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.